إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ വിശ്വാസികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ആജ്ഞാനിരോധങ്ങൾ പാലിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വ പുലർത്തിക്കൊണ്ട് ജാഗ്രതയോടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഉസീക്കും ഇയ്യായ അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ പവിത്ര മാസമായ റമദാൻ നമ്മിലേക്ക് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പുള്ള മാസമായ ഷഅബാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഈ ഷഅബാൻ മാസം യഥാർത്ഥത്തിൽ മുഖദ്ദിമത്തു ലി റമദാൻ, റമദാനിൻ്റെ ഒരു മുഖവുരയായ ഒരു ആമുഖമായാണ് ഈ മാസത്തെ സലഫുകൾ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുക. ഈ മാസത്തിന് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ചില സവിശേഷതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തെ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്, ആചരിച്ചത് എന്നതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം റമദാനാണ്. പിന്നെ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളായി എണ്ണപ്പെട്ടിട്ടുള്ള അർബഅത്തുൻ ഹുറും എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം മാസങ്ങളാണ്. ഇതിന് പുറമെ റമദാൻ മാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ് ഇത് എന്നാണ്. കാരണം 2 പവിത്ര മാസങ്ങൾക്കിടയിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഷഅബാൻ മാസത്തെക്കുറിച്ച് ദാലിക ഷഹ്റുൻ യഗ്ഫുലു അന്നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. റജബിനും റമദാനിനും ഇടക്ക് 2 വിശുദ്ധ മാസങ്ങൾക്കിടയിൽ ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണിത് എന്ന്. അതുകൊണ്ട് ഈ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി, പ്രത്യേകത മനസ്സിലാക്കി അതിൻ്റെ പുണ്യം സമ്പാദിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ? ഒന്നാമതായി, നമ്മുടെ കർമ്മങ്ങൾ, ഒരു വർഷത്തെ സത്യവിശ്വാസിയുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ മാസമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമലുകൾ പല രീതിയിൽ ഉയർത്തപ്പെടുന്നുണ്ട്. ദിവസവും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു അത് പരിശോധിക്കുകയും മലക്കുകളോട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നത് ഹദീസുകളിൽ കാണാം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വ മലായികത്തും ബിന്നഹാർ. നിങ്ങളുടെ അടുക്കൽ രാവും പകലും മാറി മാറി വരുന്ന മലക്കുകളുണ്ട്. ചില മലക്കുകൾ അവർ പകലാണ് നമ്മളോടൊപ്പം ഉള്ളത്, മറ്റൊരു വിഭാഗം മലക്കുകൾ രാത്രിയിലാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവർ അവരുടെ ചുമതല മാറുന്ന സമയം വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്ർ. അസ്ർ നമസ്കാരത്തിൻ്റെ സമയത്തും ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയത്തും അവർ ഒരുമിച്ച് കൂടും. അതായത് ഒരു കൂട്ടർ വരികയും മറ്റേ കൂട്ടർ കയറിപ്പോവുകയും ചെയ്യും. സുമ്മ യഅറുജുൽ ലദീന ബാതു ഫീകും. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച മലക്കുകൾ കയറിപ്പോകും.
ഫയസ്അലുഹും റബ്ബുഹും വഹുവ അഅലമു ബിഹിം. അവരോട് അവരുടെ റബ്ബ് ചോദിക്കും അവരെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ പക്കലുള്ള അറിവിനെക്കുറിച്ച്. അള്ളാഹു അറിവുള്ളവനായിരിക്കെ തന്നെ, അള്ളാഹു അവരിൽ ചോദിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് വിട്ടുപോകുന്നത് എന്ന്. ഫയഖൂലൂൻ, അപ്പോഴാ മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസ്വല്ലൂൻ വആതൈനാഹും വഹും യുസ്വല്ലൂൻ. ഞങ്ങൾ വിട്ടുപോരുമ്പോൾ അവർ നമസ്കാരത്തിലാണ്, ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോഴും അവർ നമസ്കാരത്തിലായിരുന്നു. അസറിന് വരുന്ന മലക്കുകൾ ആ അസർ നമസ്കാരത്തിൽ സത്യവിശ്വാസികളോടൊപ്പമുണ്ട്. ഫജറിനാണ് അവർ മടങ്ങിപ്പോകുന്നത്. മറുവിഭാഗം ഫജറിന് വന്ന് അസറിന് മടങ്ങിപ്പോകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ പള്ളികളിൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച് ഈ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യും. മറ്റൊന്ന്, എല്ലാ ആഴ്ചകളിലും നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഅറദുൽ അഅമാലു യൗമ അൽ ഇസ്നൈനി വൽ ഖമീസ് ഫഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സ്വാഇം. എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും പ്രവർത്തനങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിൽ ഹാജരാക്കപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് തിങ്കളും വെള്ളിയും ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പുകൾ നോൽക്കാറുണ്ടായിരുന്നത്. തിങ്കളും വ്യാഴവും ദിവസങ്ങളിൽ, അൽ ഇസ്നൈൻ വൽ ഖമീസ്, അന്ന് നോമ്പിൻ്റെ ദിവസമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഷഅബാനുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നസായി ഉദ്ധരിക്കുന്ന ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ശഹ്റുൻ തുഅറഫു ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിങ്കലേക്ക്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാകുന്നു ഷഅബാൻ മാസം. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ കണക്ക് നോക്കപ്പെടുന്ന, അതിൻ്റെ റിപ്പോർട്ടുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മാസത്തിൽ പരമാവധി പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, നന്മകൾ അധികരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ അധികരിക്കുമ്പോഴാണ്, നമ്മുടെ സൽക്കർമ്മങ്ങൾ കനം തൂങ്ങുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ വിചാരണ നാളിൽ അനുഗുണമായ അവസ്ഥകൾ ഉണ്ടായിത്തീരുക. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. ആരുടെ തുലാസുകളാണോ കനം കുറഞ്ഞു പോകുന്നത് അവരായിരിക്കും നഷ്ടക്കാരായി മാറുക എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്ന് പരലോകത്ത് ഖിയാമത്ത് നാളിൽ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കപ്പെടുക എന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ തുലാസുകളാണോ ഘനം തൂങ്ങുന്നത് അവരായിരിക്കും വിജയികളാവുക എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അല്ലാഹുവിങ്കൽ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്ന, കാണിക്കപ്പെടുന്ന ഈ മാസം പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രത്യേകത ഈ മാസത്തിൻ്റേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ അധികമായി നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നതാണ്. നമ്മുടെ നാട്ടിലൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോഴും പഴയ പ്രായമുള്ള ആളുകൾക്കിടയിലൊക്കെ അത് കാണാം. 3 മാസം തുടർച്ചയായിട്ട് നോമ്പ് വെക്കുക. റജബ്, ഷാബാൻ, റമദാൻ, പിന്നെ 6 നോമ്പ്, അങ്ങനെ 96 നോമ്പ് എന്ന ഒരു സംവിധാനം. അങ്ങനെ ഒരു കാര്യം ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഷാബാനിൽ പ്രത്യേകമായി, പിന്നെ റജബിൽ പ്രത്യേകമായി നോമ്പുകളൊന്നും ഇല്ല എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. സാധാരണ നിലക്കുള്ള തിങ്കൾ, വ്യാഴം, സുന്നത്ത് നോമ്പുകൾ, അയ്യാമുൽ ബീദിൻ്റെ നോമ്പുകളൊക്കെ എല്ലാ മാസവും നമുക്ക് നോക്കാം. അയ്യാമുൽ ബീദ് പിന്നെ ദുൽഹിജ്ജ മാസത്തിലൊഴികെ മറ്റു മാസങ്ങളിൽ നമുക്ക് അത് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള നോമ്പല്ലാതെ ഒരു മാസവുമായി ബന്ധപ്പെട്ട പ്രത്യേക നോമ്പുകളൊന്നും റജബിലില്ല. എന്നാൽ ഷാബാനിൽ പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിക്കാതെ നോമ്പ് അധികരിപ്പിക്കുക എന്നത് സുന്നത്താണ് എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാം, ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹറൻ അക്സറ മിൻ ഷഅബാൻ. ഷഅബാനിനേക്കാൾ അധികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മാസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. റമദാനെ കുറിച്ചല്ല, സുന്നത്ത് നോമ്പുകളെ കുറിച്ച്. ഷാബാനിൽ നോക്കുന്നത് പോലെ മറ്റു മാസങ്ങളിൽ അത്ര അധികം നോമ്പ് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ റിപ്പോർട്ടിൽ അവരിങ്ങനെയാണ് പറയുന്നത്, ഫൈന്നഹു കാന യസൂമു ഷഅബാന കുല്ലഹു. ആ ഷാബാൻ മുഴുവനായി അദ്ദേഹം നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നത്, കാന യസൂമു ഷഅബാന ഇല്ലാ ഖലീല, കുറച്ച് ദിവസം ഒഴികെ, അതായത് മാസം പൂർത്തിയാക്കുന്നില്ല, എന്നാൽ അധിക ദിവസവും നോമ്പായിരിക്കും. അങ്ങനെ കൂടുതൽ കുറഞ്ഞ ദിവസം മാത്രം ഒഴിവാക്കിക്കൊണ്ട് ഷാബാൻ അധികമായി നോമ്പെടുക്കുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതുകൊണ്ട് സുന്നത്ത് നോമ്പ് അധികരിപ്പിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ മറ്റൊന്ന്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമ്മൾ നേരത്തെ പറഞ്ഞു, ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന മാസമാണ്. അതുകൊണ്ട് അശ്രദ്ധ വെടിയേണ്ട ഒരു സന്ദർഭമാണ്. റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. ഖുർആൻ പാരായണവും ദിക്റുകളും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് റമദാനിനെ ഒരു നല്ല മനസ്സുമായി, വളരെ സംശുദ്ധമായ മനസ്സുമായി, അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാൻ ഉന്മേഷമുള്ള ഒരു മനസ്സുമായി റമദാനിനെ സ്വീകരിക്കാൻ സാധിക്കുമാറ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ ശഅബാനിൽ നമ്മൾ നടത്തുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നഷ്ടമായ നോമ്പുകൾ. കഴിഞ്ഞ റമദാനിലൊക്കെ എന്തെങ്കിലും ന്യായമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. രോഗം കൊണ്ടും യാത്ര കൊണ്ടും ഒക്കെ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. സ്ത്രീകൾക്ക് അവരുടേതായ കാരണങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഒക്കെ കഴിയുന്നതും വേഗം നോറ്റുകൂട്ടുകയാണ് വേണ്ടത്. പക്ഷേ റമദാനിലേക്ക് അതിനെ കടന്നു പോകുന്ന അവസ്ഥയിൽ അതിനെ നീട്ടിവെക്കാൻ പാടില്ല. റമദാനിന് മുമ്പായി നമ്മളത് നോറ്റുകൂട്ടണം. അതുകൊണ്ട് ഈ മാസം അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, അവർ പറയുകയാണ്, തഖൂലു കാന യകൂനു അലയ്യ സൗമു മിൻ റമദാൻ, റമദാനിൽ നിന്നുള്ള നോമ്പ് എനിക്ക് ബാക്കിയാകാറുണ്ട് സ്ത്രീ സഹജമായ കാരണങ്ങൾ കൊണ്ട്. ഫമാ അസ്തതിഉ അൻ അഖ്ദിയ ഇല്ലാ ഫി ശഅബാൻ, അത് ശഅബാനിലല്ലാതെ എനിക്ക് നോറ്റുകൂട്ടാൻ കഴിയാറുണ്ടായിരുന്നില്ല. അപ്പോൾ ശഅബാനിൽ അവർ ബാക്കിയുള്ള നോമ്പുകൾ നോറ്റുകൂട്ടുകയാണ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ ഒരുപക്ഷെ വാർദ്ധക്യം കൊണ്ട് അല്ലെങ്കിൽ തിരിച്ച് സുഖപ്പെടുമെന്ന്, ആരോഗ്യം വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത അസുഖങ്ങൾ കൊണ്ടൊക്കെ നോമ്പ് നോക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. അവർക്ക് ഇപ്പോൾ നോമ്പ് നോറ്റ് വീട്ടാനും ഒരുപക്ഷെ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ നോമ്പിൻ്റെ പ്രായശ്ചിത്തം, ഫിദിയ, അത് റമദാനിന് മുമ്പ് നമ്മൾ കൊടുത്തു വിട്ടണം. അതാത് ദിവസം കൊടുത്തു വിട്ടാൻ പറ്റി അത് ഏറ്റവും നല്ലത്. അങ്ങനെ ഇനിയൊരു നോറ്റ് വീട്ടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആളുകളുടെ കാര്യത്തിൽ അതാത് ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അടുത്ത റമദാൻ വരുന്നതിന് മുമ്പായെങ്കിലും അത് നമ്മൾ പൂർത്തിയാക്കണം. അത്തരം കാര്യങ്ങൾ അവർ ഓർമ്മപ്പെടുത്തുക. അവർക്ക് ആ വിഷയങ്ങളിൽ നമ്മുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ നിറവേറ്റി കൊടുക്കുക. അങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട കടമകൾ, കടപ്പാടുകൾ എല്ലാം റമദാൻ ആകുന്നതിന് മുമ്പ് ശഅബാൻ മാസത്തിൽ തന്നെ പൂർത്തിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ശഅബാൻ പകുതിക്ക് ശേഷം നോമ്പ് നോൽക്കാൻ പാടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബഖിയ നിസ്ഫും മിൻ ശഅബാന ഫലാ തസൂമു, ശഅബാൻ പകുതിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം മുഴുവനായി നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് പ്രബലമായ വേറെ റിപ്പോർട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹദീസിനെ കുറിച്ച് മുഹദ്ദിസുകൾ വിശദീകരിച്ച് തന്നിട്ടുള്ളത്, ശഅബാൻ പകുതിയായിട്ട് പിന്നെ നോമ്പ് നോൽക്കാൻ തുടങ്ങരുത്. അതിനു മുമ്പ് തന്നെ ശഅബാൻ തുടക്കം മുതൽ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് അത് തുടർന്നു പോകുന്നതിന് വിരോധമില്ല. എന്നാൽ ശഅബാൻ പകുതിക്ക് ശേഷം നോമ്പെടുക്കാൻ തുടങ്ങുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല എന്നാണ് ഇതിൻ്റെ വിശദീകരണമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ശഅബാൻ 15 പ്രത്യേകമായ നോമ്പ് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുണ്ട്. അതിന് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശഅബാന് വേണ്ടി ശഅബാനിൽ മറ്റ് സുന്നത്ത് ആ ശഅബാൻ മാസം എന്ന നിലയ്ക്ക് ഏത് ദിവസവും നോമ്പ് നോൽക്കാം. അതുപോലെ നേരത്തെ പറഞ്ഞ സുന്നത്ത് നോമ്പുകൾ തിങ്കൾ വ്യാഴം പതിവാക്കിയവർക്ക് അത് തുടർന്ന് പോകാം. അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് നോക്കാം. അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി 13, 14, 15 ദിവസങ്ങളാണ്. ആ നിലക്ക് ശഅബാൻ 15 അയ്യാമുൽ ബീദിൻ്റെ നോമ്പുണ്ടാകും. ആ നിലക്ക് നോക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ശഅബാൻ 15 ഒരു പ്രത്യേക നോമ്പുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അന്നൊരു പുണ്യമുള്ള ദിവസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നോമ്പെടുക്കാൻ ഇസ്ലാമിൽ യാതൊരു നിലക്കുള്ള തെളിവുമില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് അങ്ങനെ പരാമർശിക്കപ്പെട്ടൊരു ഹദീസ് ഒരു റിപ്പോർട്ട് ചെയ്ത കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹ വസൂമു നഹാറഹ എന്ന് പറഞ്ഞ് അന്ന് രാത്രി നമസ്കരിക്കുകയും പകൽ നോമ്പെടുക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ഹദീസിനെ കുറിച്ച് മുഹദ്ദിസുകൾ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഹാദാ ഹദീസുൻ മൗദൂഉൻ ലാ യുഹ്തജ്ജു ബിഹി, അത് മൗദൂ ആയ ഒരു ഹദീസാകുന്നു, കെട്ടിച്ചമക്കപ്പെട്ട തെളിവില്ലാത്ത ഹദീസാകുന്നു. അതുകൊണ്ട് അത് തെളിവാക്കാനും അമലെടുക്കാനും പറ്റുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ആ ദിവസം പ്രത്യേകമായി പ്രചാരത്തിലുള്ള നമസ്കാരത്തെക്കുറിച്ച് ഷാഫി മദ്ഹബിലെ പ്രമുഖനായ ഇമാം നവവി റഹിമഹുല്ല പറയുന്നത്, അസ്വലാത്തുൽ മഅറൂഫത്തു ബി സ്വലാത്തി റഗായിബ്, റഗായിബ് നമസ്കാരം അല്ലെങ്കിൽ ചില നാട്ടുകളിൽ അൽഫിയ നമസ്കാരം എന്നൊക്കെ അറിയപ്പെടുന്ന ആ നമസ്കാരം, വഹിയ സിനത അശ്റത റകാതൻ തുസല്ലി ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത അവ്വലി ജുമുഅത്തിൻ ഫി റജബ്, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി നമസ്കരിക്കപ്പെടുന്ന 12 റക്അത്ത് നമസ്കാരം.
അതുപോലെ നേരത്തെ പറഞ്ഞ അൽഫിയ നമസ്കാരം 100 റക്കാത്ത്, ഓരോ റക്കാത്തിലും 10 ഫാത്തിഹ ഓതിക്കൊണ്ടുള്ള നമസ്കാരം, ഇങ്ങനെയുള്ള നമസ്കാരത്തെക്കുറിച്ചൊക്കെ സ്വലാത്തു ലൈലത്തിൻ നിസ്ഫി ശഅബാന 100 റക്കാത്തിൻ, ശഅബാൻ 15 നിർവഹിക്കപ്പെടുന്ന 100 റക്കാത്തുള്ള നമസ്കാരം, ഇതിനെക്കുറിച്ച് ഇമാം നവവി റഹിമഹുല്ല പറയുന്നത് വഹാതാനി സ്വലാതാനി ബിദ്അതാനി വമുൻകറാൻ, ഈ 2 നമസ്കാരങ്ങളും ബിദ്അത്തുമാണ്, വെറുക്കപ്പെട്ടതുമാണ്. അത് ഇസ്ലാമിൽ തെളിവുള്ള നമസ്കാരമല്ല. അതുകൊണ്ട് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട പുണ്യകരമായ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് തെളിവുള്ള അവിടുത്തെ മാതൃക പിൻപറ്റിക്കൊണ്ട് ചെയ്യേണ്ടുന്ന പുണ്യകർമ്മങ്ങൾ നമ്മൾ കഴിയുന്നതും വീഴ്ച വരുത്താതെ നിർവഹിക്കുക. അതിനപ്പുറം കെട്ടിച്ചമക്കപ്പെട്ട ദീനിൽ തെളിവില്ലാത്ത അനാചാരങ്ങളെ, അത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്ന ആളുകളിൽ ഇപ്രകാരം നമ്മൾ ഉൾപ്പെടാൻ ശ്രമിക്കുകയും വരുന്ന റമദാനിന് വേണ്ടി പ്രത്യേകമായി തയ്യാറെടുക്കാൻ നമ്മുടെ മുമ്പിൽ സമയം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിലെ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയപ്പോൾ അതിൻ്റെ ലക്ഷ്യമായി അല്ലാഹു പഠിപ്പിച്ചത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ എന്നതാണ്. റമദാൻ കൊണ്ട് നമുക്ക് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി പാലിക്കുന്ന കാര്യത്തിലുള്ള സൂക്ഷ്മതയാണ്. അള്ളാഹുവിനെ അദൃശ്യമായ നിലക്ക് ഭയപ്പെടലാണ്. അള്ളാഹു നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുക എന്നതാണ്. അതിനുള്ളൊരു പരിശീലന വേദിയാണ് റമദാൻ. അപ്പോൾ ആ റമദാൻ നമ്മളിപ്പോൾ അശ്രദ്ധയിൽ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ റമദാൻ പെട്ടെന്നൊരു ദിവസം കടന്നു വരുന്നു, പിറ്റേ ദിവസം മുതൽ നമ്മൾ തഖ്വക്കുള്ള പരിശീലനത്തിൽ ഏർപ്പെടുന്നു എന്നതല്ല. മറിച്ച് ഈ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആ റമദാനിനെ നമുക്ക് യഥാവിധി ഉപകാരപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ അതിനുള്ളൊരു മുന്നൊരുക്കം നമുക്ക് വേണം. നമ്മളൊക്കെ നാട്ടിൽ റമദാനിന് വേണ്ടി ഒരുങ്ങാറുള്ളത് നമ്മുടെ വീട് വൃത്തിയാക്കിക്കൊണ്ടും അവിടെയുള്ള ഉപകരണങ്ങളൊക്കെ ശരിപ്പെടുത്തിക്കൊണ്ടും അതുപോലെ ആഹാര സാധനങ്ങൾ വാങ്ങി ശേഖരിച്ചുകൊണ്ടും ഒക്കെയാണ്. അല്ലെങ്കിൽ പെരുന്നാളിനുള്ള വസ്ത്രങ്ങളൊക്കെ മുൻകൂട്ടി വാങ്ങി, ഇങ്ങനെയൊക്കെയാണ് റമദാനിന് വേണ്ടി ഒരുങ്ങാറുള്ളത്. അതൊക്കെ ആവശ്യമുള്ളതൊക്കെ ചെയ്യാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായ ഒരുക്കം നമ്മുടെ മനസ്സുകൊണ്ടുള്ള ഒരുക്കമാണ്. ഈ റമദാൻ നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, വളരെ അടുത്തല്ലേ നമ്മുടെ റമദാൻ കഴിഞ്ഞു പോയത്. അതെ, ആ സമയം ഇങ്ങനെ പെട്ടെന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റമദാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ പറയും റമദാൻ ഇപ്പോൾ തുടങ്ങിയല്ലോ, അവസാനിക്കാറായല്ലോ. അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകും. അതുകൊണ്ട് അതിനൊരു മുന്നൊരുക്കം ആവശ്യമാണ്. നമ്മൾ ഖുർആനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എപ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണ്. പക്ഷെ നമ്മുടെ അശ്രദ്ധ കാരണമാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ, അതുപോലെ സുന്നത്ത് നോമ്പുകൾ കൊണ്ട് നോമ്പിൻ്റെ നമ്മൾ ഒരുപക്ഷെ റമദാനിൽ മാത്രം നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളാണെങ്കിൽ ആ നോമ്പിൻ്റെ ഒരു ശീലം ഒന്ന് വീണ്ടെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒക്കെ ഈ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ഒരു ഉത്സാഹപ്പെടുകയും റമദാനിനെ ഏറ്റവും നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്യും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൗബ. അതായത് നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധ കൊണ്ട്, വിവരക്കേട് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ഭൗതികമായ സുഖാസ്വാദനങ്ങളോടുള്ള താല്പര്യം കൊണ്ടൊക്കെ പല പാളിച്ചകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും. അതേ രീതിയിലല്ല നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. മറിച്ച് അതിനു മുമ്പ് മനസ്സൊക്കെ ഒന്ന് കഴുകി ശുദ്ധമാക്കി, വല്ല ദുശീലങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി, അങ്ങനെ റമദാനിൽ നല്ല ഒരു മനസ്സുമായി അതിൻ്റെ എല്ലാ പവിത്രതയെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വെളിച്ചമുള്ള ഒരു ഹൃദയവുമായി റമദാനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. 1-2 വിവരങ്ങൾ അറിയിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് വളരെ പതിറ്റാണ്ടുകളായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബഹുമാന്യനായ പണ്ഡിതൻ എം മുഹമ്മദ് മദനി ഇന്നലെ മരണപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും മാനുഷികമായി വന്നിട്ടുള്ള പാളിച്ചകൾ അള്ളാഹു പുറത്തു കൊടുത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലരും മരണപ്പെട്ടിട്ടുണ്ടാകും. ഇപ്പം എൻ്റെ ഒരു ബന്ധു ഇന്ന് രാവിലെ മരണപ്പെട്ടിരിക്കുന്നു. ഇവിടെയുള്ള ഒരു സഹോദരൻ്റെ അടുത്തൊരു ബന്ധു നാട്ടിൽ മരണപ്പെട്ടിട്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ വളരെ മാരകമായ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്ന ചില രോഗികൾ അവർക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ കുടുംബത്തിലും ബന്ധങ്ങളിലും പരിചയങ്ങളിലും അത്തരത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ള ആളുകളുണ്ടാകും. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ
പാപങ്ങൾ പുറത്ത് അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്കും നമുക്കും നാളെ ഒരുമിച്ച് ചേരാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു അവരുടെ രോഗത്തിന് എത്രയും നേരത്തെ ഏറ്റവും നല്ല രീതിയിലുള്ള ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അത് ഏറ്റവും വേഗത്തിൽ എളുപ്പത്തിൽ വീട്ടിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ. വരുന്ന റമദാനിനെ ഏറ്റവും നല്ല നിലക്ക് സ്വീകരിക്കാനും ആചരിക്കാനും അതിൻ്റെ പുണ്യം മുഴുവൻ സമ്പാദിക്കാനും സാധിക്കുന്ന ആളുകളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർനാ അലൽ ഖൗമിൽ കാഫിരീന വൽ ളാലിമീൻ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ ജന്നാ മിനൻ നാർ. അല്ലാഹുമ്മ ജന്നാ മിനൻ നാർ. അല്ലാഹുമ്മ ജന്നാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على المرسلين.